അതാ ഞാൻ എന്നും കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്ന. എന്നെ കല്യാണം കഴിക്കോ? പൊടി. ദേ, ഇനി മേലിൽ എന്റെ മുന്നിൽ വന്ന കൊന്നുകളെ ഞാൻ. പോയേ. അതെന്താ ഭീമേട്ടൻ കല്യാണം കഴിക്കില്ലേ? ആ ഇല്ല, വിവാഹം കഴിച്ച പുരുഷന് നല്ല മനസ്സും നല്ല ശരീരം ഉണ്ടാവില്ല. ഞാൻ കാത്തിരുന്നാലോ? നിനക്ക് ബോറടിക്കും, അത്ര തന്നെ. ഭീമേട്ടാ, ഭീമേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ എല്ലാരോടും പറയും. ദേ, ഇത് കണ്ട ഒരെണ്ണം തന്നാലേ നീ 4 കഷ്ണമാവും. പെണ്ണായി പിറന്ന ഉടനെ പ്രേമം, കല്യാണം. എടി, ഭൂമിയിൽ എന്തൊക്കെ തിന്നാൻ കിടക്കുന്നടി. നിനക്ക് കഥ ആലോചിച്ചൂടെ? പ്രേമം. നല്ല തങ്കം പോലത്തെ കുട്ടിയാ ടീച്ചറെ. അച്ഛൻ റിട്ടയർഡ് തഹസീൽദാർ, അമ്മ വില്ലേജ് ഓഫീസിലും. അപ്പൊ ഭൂമിയുടെ ഇടപാടൊക്കെ പെട്ടെന്ന് നടക്കും. കോവിലകത്തേക്കെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്ക് നല്ല സന്തോഷം. പെൺകുട്ടിക്ക് നല്ല പഠിപ്പുമുണ്ട്. ദേ, താൻ വേറുള്ളിടത്ത് പറയുന്ന പോലെ ഇവിടെ പറയരുത്. താൻ നടത്തിയ പല കല്യാണങ്ങളും പൊളിഞ്ഞ ചരിത്രമുണ്ടല്ലോ. അതെൻ്റെ കുഴപ്പമാണോ? കല്യാണം നടത്തി കൊടുക്കാനേ എനിക്ക് കഴിയൂ. അവരോടൊപ്പം ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ ഒരു കല്യാണം കഴിക്കലും ഉപേക്ഷിക്കലും രണ്ടാമത് കെട്ടലും ഒക്കെ ഒരു ഫാഷനാ, അല്ലയോ ടീച്ചറെ? ഇവിടെ ആ ഫാഷൻ വേണ്ട. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. ടീച്ചർക്ക് പെൺകുട്ടിയെ ബോധിച്ചോ? ആ, പെൺകുട്ടിയൊക്കെ കൊള്ളാം. പക്ഷേ ധർമ്മന് പ്രായം കൊണ്ട് ചേരുവോന്ന. അതിനെന്താ, ഇല്ലെങ്കിൽ അടുത്ത ആക്ക് നോക്കണം. ദൈവം ടീച്ചർക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ തന്നിട്ടുണ്ടല്ലോ. മൂത്തവര് നിൽക്കുമ്പോ ഇളയവര് കെട്ടുന്നത് ഇപ്പൊ ഒരു ഫാഷനാ. ഒന്ന് നിർത്തടോ. താൻ കുറെ നേരമായല്ലോ ഫാഷൻ ഫാഷൻ എന്ന് പറയുന്നു. ഞാൻ മക്കളോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാം. ഓ, ആയിക്കോട്ടെ, വൈകിക്കണ്ട. അത്ര നല്ല കാര്യമാണ്. കരുണ, എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. പിടിക്ക്. എന്താ ടീച്ചറെ? ഒരു കാര്യവിവരം ഇല്ലാത്ത ഇവന്മാരെ എന്ത് ധൈര്യത്തിലാ പെണ്ണ് കെട്ടിക്കുന്നത്? പെണ്ണ് കെട്ടുമ്പോ കാര്യവിവരൊക്കെ താനെ വന്നോളും. ഏതെങ്കിലും ഒന്നിന് ടീച്ചർ ഇത് ഉറപ്പിക്കുക. ബാക്കിയൊക്കെ വഴിയെ ശരിയാവുന്നേ. അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ വിവാഹം കഴിക്കാനോ? അമ്മയെ ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്ന് പറയുന്നത് സമൂഹം തന്നെയാ. ആണോ? ഓഹോ, അതുകൊണ്ടായിരിക്കും നേതാക്കന്മാർക്ക് പലർക്കും സമൂഹത്തിൽ ഒരുപാട് ഭാര്യമാരുള്ളത്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് എത്തിയെന്ന് വിചാരിക്കുക. എനിക്കൊരു ഭാര്യ ഉണ്ടായ അവള് കാരണോ അവളുടെ വീട്ടുകാർ കാരണോ എന്റെ തീരുമാനങ്ങൾ ആരെങ്കിലും സ്വാധീനിക്കില്ലേ? മഹാത്മാഗാന്ധിയെ പോലെ ആകേണ്ട ആളാ അമ്മയുടെ മോൻ. മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചതാണല്ലോ. കരുണ, മഹാന്മാർക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ അനുകരിച്ചുകൂടാ. ഓ, എന്നാ പിന്നെ മഹാത്മാഗാന്ധി അവിടെ നിൽക്കട്ടെ. ഈ പെൺകുട്ടിയെ നമുക്ക് ഭീമൻ ഉറപ്പിക്കാം. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? അത് അമ്മേ, അത് മൂത്തവൻ ഇരിക്കുമ്പോ ഇളയവൻ കല്യാണം കഴിക്കുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഈ വീട്ടിലൊരു തുണ വേണം. അമ്മ എന്താ തമാശ പറയാ? അമ്മേ, ശരീര സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുതരം സന്യാസം തന്നെയാ. ഒരു ബോഡി ബിൽഡർക്ക് വേണ്ട മനസ്സിന്റെ കോൺസെൻട്രേഷനാ. എന്നെ വിട്ടേക്കമ്മേ. ഇത് കുറച്ച് കടുപ്പാ ടീച്ചറെ. ഇനി കാരാട്ടക്കാരനും സന്യാസിയാണെന്ന് പറയൂ. അമ്മേ, പട്ടാളക്കാരുടെ കൂടെ അവരുടെ ഭാര്യമാരെ നിർത്താറുണ്ടോ? ഇല്ല. എന്താ കാര്യം? നിർത്തിയാൽ ശത്രുക്കളോടല്ല, അവര് തമ്മിൽ യുദ്ധം ചെയ്യും. ഒരു യോദ്ധാവിന് ഏറ്റവും അധികം ആവശ്യം കോൺസെൻട്രേഷനാണ്. വിവാഹം കഴിഞ്ഞ ആർക്കെങ്കിലും അങ്ങനെ ഒന്നുണ്ടോ? അമ്മ പറ. അമ്മ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വിവാഹമേ കഴിക്കില്ല.
എന്നാ പിന്നെ നകുലം കെട്ടട്ടെ. ഇയാൾക്കാകുമ്പോ സൗന്ദര്യ പരീക്ഷണങ്ങൾക്ക് ഒരാളും ആവും. ആ അത് ശരിയാ. അമ്മേ എടാ ആ, അല്ല അമ്മേ, ആ. അമ്മയുടെ കല്യാണത്തിന്റെ ആൽബം ഒന്ന് എടുത്തു നോക്കി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കണ്ട അച്ഛനാണോ കല്യാണത്തിന് ശേഷം? ആദ്യം എന്ത് ഗ്ലാമർ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോ കണ്ടില്ലേ ഗതികെട്ട് കോലം തിരിഞ്ഞ്. അമ്മേ, ദാമ്പത്യ ജീവിതത്തിലെ ടെൻഷൻ നമ്മുടെ മുഖത്തെ പേശികളെ ആക്രമിക്കുകയും കോശങ്ങൾക്ക് സങ്കോചമുണ്ടാക്കുകയും ചെയ്യും. കലക്കി നകുല. ഇതിലും ഭംഗിയായിട്ട് ഒരാളെ പൊട്ടനാക്കാൻ പറ്റില്ല.